മാഡം വേണ്ടിയുണ്ട് പ്രസംഗിച്ചു തുടങ്ങല്ലേ എന്റെ പൊന്നു പ്രിയമുള്ള നാട്ടുകാരെ ആവൂ എന്തൊരു സുഖിപ്പിക്കില്ല ഇതേ രോമമൊക്കെ മുരിങ്ങാക്കോല് പോലെ നിൽക്കുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയാ അവിടുന്ന് അവിടെ നിന്നു. പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എന്റെ പൊന്നു മാഡം പൊറോട്ടയും ബീഫും ഒന്നും അല്ല, വെറൈറ്റി. ഈ വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. പള്ളിക്കൂടത്തിൽ വിട്ടപ്പോ പള്ളിക്കൂടത്തിൽ പോണായിരുന്നു. ആ നേരത്തെ ഹെഡ്മാഷന്മാർക്ക് പ്രേമലേഖനം കൊണ്ട് കിടന്ന വാക്കും പാചകം ഒന്നും പറഞ്ഞു ഇറക്കി വിടുന്നതിന് ആ പോടാപ്പുറത്ത് അവിടെ നിന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഞാൻ ഇവിടെ വരികയുണ്ടായി. അന്ന് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ അവാർഡ് കൊടുക്കാനായിട്ടായിരുന്നു ഞാൻ വന്നത്. കഞ്ഞികൃഷ്ണൻ അല്ല കുഞ്ഞികൃഷ്ണൻ അല്ല കഞ്ഞികപ്പ കരിമീൻ പണ്ട് കറിക്കത്തോടെ ഞാൻ പക്ഷെ ഇപ്പൊ മൈക്കിനകത്തോടെ ശരിക്കും പറഞ്ഞു എന്തോ അപ്പളുടെ പേര് കഞ്ഞിക്കുഴിയിൽ കുഞ്ഞിക്കൂരൻ. ആ കൂനന് അവാർഡ് കൊടുക്കാനായിട്ടായിരുന്നു ഞാൻ വന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ 2 പുസ്തകങ്ങൾക്കായിരുന്നു ഇവിടെ അവാർഡ് കൊടുത്തത്. ആ പുസ്തകങ്ങളുടെ പേര് ക്രൈമും മറ്റത് ഫയറും. അവിടെ നിന്നോന്നേ. പ്രിയമുള്ളവരെ, എനിക്ക് സംസാരിക്കാൻ ഇവിടുത്തെ പുരുഷന്മാരോടല്ല, എനിക്ക് സംസാരിക്കാൻ ഇവിടുത്തെ സ്ത്രീകളോടാണ്. സ്ത്രീകളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് 2 സാധനത്തിന്റെ കുറവേ ഉള്ളൂ. അറിയാമോ? എന്തെന്ന്? ഒന്ന് താടി, ഒന്ന് മീശ. ഇപ്പൊ കെട്ടുവിട്ടു പോയേനല്ലോ ദൈവമേ. മൊത്തം പറയാൻ സമ്മതിക്കത്തില്ല, എന്റെ ഇടയിൽ കയറി പറഞ്ഞോളൂ. പ്രിയമുള്ള സ്ത്രീകളെ, നമ്മൾ ഈ പുരുഷന്മാരുടെ മുമ്പിൽ എന്തെങ്കിലും താഴ്ന്നു കൊടുക്കുന്നതാണ് ഇവർ നമ്മുടെ തോളെ കയറി നിരങ്ങുന്നത്. അതുകൊണ്ട് സ്ത്രീകളായി നമ്മൾ ഈ പുരുഷന്മാരുടെ മുമ്പിൽ ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത്. അങ്ങനെ വാശി പിടിക്കരുത്. വല്ലപ്പോഴൊക്കെ ഒന്ന് താഴ്ന്നു കൊടുക്കണം, നല്ലതാ. പോടാപ്പുറത്ത് അവിടെ നിന്നോന്നേ. കൂടുതൽ വർത്താനം പറഞ്ഞാണ്ടല്ലോ എന്റെ വായിന്ന് വല്ല കായോ പോവല്ലോ ചാടും. എങ്ങനെ കൂടുതൽ വർത്താനം പറഞ്ഞ എന്റെ വായിന്നും വല്ല കായോ പോവല്ലോ ചാടും. നിന്റെ വായിന്ന് കായും പൂവും ചാടിയാൽ വള്ളിയും പുള്ളിയും ഞാനും അങ്ങിടും. പ്രിയമുള്ള സ്ത്രീകളെ, നമ്മൾ വിദേശത്തുള്ള വനിതകളെ കണ്ട് പഠിക്കണം. വിദേശത്തുള്ള വനിതകൾക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഈ അടുത്തിടെ ഞാൻ ടിവിയിൽ ഒരു ടെന്നീസ് മത്സരം കണ്ടു കേട്ടോ. അതില് 2 വിദേശ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഭയങ്കരമായ പോരാട്ടം. അതില് ഒരു രാജ്യത്തിന്റെ പേര് ഗ്രീസും മറ്റേതിന്റെ പേര് ഓയിലും. അതെ, നടി പാട്ട് പാടണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ ബഹളം വെക്കോ? പാടുമാടം അല്ല മാട് പാടം അല്ല പാടും മാടേ നിന്നോട് പാട്ട് പാടാൻ. അല്ല, പാടാനായിട്ട് ഞാൻ മറ്റേ സാധനം ഒന്നും ചെയ്തില്ല. എന്തെന്ന് സാധനമോ? മറ്റേ ഈ ഗായകരൊക്കെ വെള്ളത്തിനടി കിടന്ന് ചെയ്യത്തില്ലയോ? അയ്യാ, നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ സ്വരം നന്നാകാൻ വേണ്ടി വെള്ളത്തിനടി കിടന്ന് കാണിക്കില്ലേ സമാഗമം? വെള്ളത്തിലടി കിടന്ന് കാണിക്കുന്നതിന്റെ ഒരു സമാഗമം എന്നല്ലടാ അതിന്റെ പേര്. പിന്നെ അതിന്റെ പേരാണ് മരണവെപ്രാളം. എന്തായാലും ഞാൻ തുടങ്ങി ചുമ്മാ ഇരിടും. പാപ്പന് പനിയോ? പാപ്പന് പനിയല്ല, പാപ്പന് ചൊറി. പ്രിയമുള്ള കലാസ്നേഹികളെ, മഹാകവി ബാബു ആന്റണിയുടെ അമ്മേ കണ്ണു തുറക്ക് ഇല്ലെങ്കിൽ ഇവിടിട്ട് ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാര കൊണ്ട് അടർത്തിയെടുത്ത ഏതാനും ചില ഏടുകളാണ് ഇവിടെ കീച്ചാൻ പോകുന്നത്. എന്നാ ഷടക്കെന്ന് കീച്ചിങ്ങ. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്? നിന്റെ തള്ള. ഒരു 1.5 ഒഴിച്ചം കൊടുത്തു വെള്ളം ഒഴിച്ചു. അങ്ങനെയാണ് പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്? നിന്റെ തന്ത. തന്തൊക്കെ പറയുന്നത് റാസ്കൽ. എടാ, നീ സ്ത്രീകളെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എടാ, സ്ത്രീ എന്ന് പറഞ്ഞ ആരാടാ? സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അസ്പരസ് ദേവി. അപ്പൊ സ്ത്രീ ജന്മം, പുണ്യജന്മം. അപ്പൊ സ്ത്രീ ഒരു സാധനം, സ്വാന്തനം. You bloody notice creature, get out from this stage. പിടിച്ചോണ്ട് പോടാ, അവിടെ കൈകൊണ്ട് ഞാൻ ചാവാതിരിക്കണേ. പിടിച്ചോണ്ട് പോടാ അവളെ, പിടിച്ചോണ്ട് പോടാ. എടാ, പെണ്ണുമ്പളെ തലക്കിട്ട് തല്ലേ ഇപ്പൊ പൂസ് മൊത്തം ഇറങ്ങിയപ്പോലെ ഒരു ഗ്ലാസ് ചൂടുള്ള ചായ കിട്ടാൻ വല്ല മാർഗം? ആമോറിന്റെ ചായക്കടല്ലേ വിളിച്ചു നോക്കി. എന്തോ ചായ ഇരിപ്പുണ്ടോടാ? ചായന്റെ പുട്ടിരിപ്പുണ്ടോ? പുട്ടൂരിപ്പുണ്ട്. കോഴിയോ? ആ കോഴി ഉണ്ടെന്നേ. എന്നാ പുട്ടെടുത്താ കോഴിക്ക് കൊടുക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ